CPM പ്രതിനിധിയിലേക്ക് ഒന്ന് പോകുന്നു. അഡ്വക്കേറ്റ് എ മാരിഫ്, ഇപ്പോൾ BJP ഓഫീസിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു സർക്കുലറുണ്ട്. ആ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് കന്യാസ്ത്രീകൾക്കു വേണ്ടി നിലപാടെടുത്തു പ്രോസിക്യൂഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നതിന് അനുകൂലമായ നിലപാടാണ് പ്രോസിക്യൂഷൻ സ്വീകരിച്ചത്, മറിച്ചുള്ള പ്രചരണങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്നതാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അമിത്ഷാ പറഞ്ഞു, ഛത്തീസ്ഗഡിലെ സർക്കാർ കേട്ടു, പ്രോസിക്യൂഷൻ ജാമ്യത്തെ എതിർത്തില്ല എന്നതാണ് BJPയുടെ വാദം. അഡ്വക്കേറ്റ് എ മാരിഫ്, നാളെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ അതും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായുടെ ഇടപെടലിൻ്റെ ഭാഗമായി എന്ന് BJP ചിത്രീകരിക്കും. അഡ്വക്കേറ്റ് എ മാരിഫ്. എൻ്റെ ബഹുമാനപ്പെട്ട BJPയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് ശങ്കുട്ടിദാസ് കോർട്ട് പ്രാക്ടീസ് നടത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് ഇപ്പോൾ സംശയം തോന്നുകയാണ്. കാര്യം വെച്ചാൽ ഞാൻ 1992 മുതൽ ഏതാണ്ട് 2006 വരെ മജിസ്ട്രേറ്റ് കോടതിയിലും അതുപോലെ സെഷൻസ് കോടതിയിലും ജില്ലാ കോടതിയിലും പ്രാക്ടീസ് നടത്തിയുള്ള അഭിഭാഷകനാണ്. നിരവധി തവണ നോൺ ബെയിലബിൾ ഒഫൻസിൽ പ്രതികൾക്ക് വേണ്ടി ഹാജരായിട്ടുള്ള ഒരു ചെറിയ അഭിഭാഷകനാണ് ഞാൻ. ആ സന്ദർഭങ്ങളിലെല്ലാം പ്രോസിക്യൂട്ടറുടെ ഔദാര്യത്തിലാണ് മിക്കവാറും ജാമ്യം കിട്ടുക. അതല്ലാതെ ട്രയൽ സ്റ്റേജിലല്ലോ. നമ്മൾ ബെയിൽ സ്റ്റേജിൽ നമ്മൾ വരുമ്പോഴത്തേക്ക് പ്രോസിക്യൂട്ടറെ സ്വാഭാവികമായും പല കേസുകളിലും പ്രോസിക്യൂട്ടർ ഞങ്ങൾ ഉന്നയിക്കുന്ന വാദഗതികൾ ശരിയാണ് എന്ന് പ്രോസിക്യൂട്ടറെ ബോധ്യപ്പെടുത്തുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവിടുത്തെ നേരത്തെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറഞ്ഞതുപോലെ സ്ട്രിക്റ്റ് കണ്ടീഷൻ ഓർ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ മേ ബി ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കൺസീഡ് ചെയ്യാറുണ്ട് കോടതിയിൽ. പ്രോസിക്യൂട്ടർ എങ്ങനെ കൺസീഡ് ചെയ്ത് ധാരാളം കേസുകളിൽ ജാമ്യം എടുത്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ് ഞാൻ. അപ്പോൾ ഇവിടെ നോൺ ബെയിലബിൾ ഒഫൻസ് ആയതുകൊണ്ട് ആ ഒഫൻസിന് ഇവിടുത്തെ എവിഡൻസിനെ ടാമ്പർ ചെയ്യാൻ അവർ ശ്രമിക്കുന്നവരായിട്ട് ഇല്ല, അങ്ങനെ ഒരു വാദമില്ല. ഇവർ സ്ഥലം വിട്ടു പോകാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കുന്നതിന് അവർ നിയമത്തെ അനുസരിക്കുന്നതിന് യാതൊരു മടിയുമില്ലാത്തവരാണ്. ഏത് കാരണവശാലും അവർ നിയമത്തെ അനുസരിക്കുന്നവരാണ് എന്നുള്ളത് കൊണ്ട് മറ്റൊരു തരത്തിലുള്ള ഇവരുടെ അറസ്റ്റ് സമയത്തോ അറസ്റ്റിന് ശേഷമോ ഏതെങ്കിലും തരത്തിലുള്ള മറ്റ് അനിഷ്ട സംഭവങ്ങൾക്കോ ഇടവരാത്ത സാഹചര്യത്തിൽ ഇവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കൺസീഡ് ചെയ്യാം. അങ്ങനെ കൺസീഡ് ചെയ്ത് 100 നമ്മൾ വെറുതെ ഒന്ന് ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ പോലെ ഇത് കിട്ടുമല്ലോ. കേസ് ലോസ് റിപ്പോർട്ടഡ് ഇൻ ദി പ്രോസിക്യൂഷൻ കൺസീഡഡ് എന്ന് നമ്മൾ അടിച്ചു കൊടുത്താൽ നമ്മുടെ വിവിധ ഹൈക്കോടതികളിൽ കിട്ടും, അതുപോലെ സുപ്രീം കോടതിയിൽ കിട്ടും. നിരവധി ഇതുണ്ട്. ബെയിൽ ഈസ് എ റൈറ്റ്. അത് നമ്മുടെ ഭരണഘടന നമുക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് ബെയിൽ. അത് നോൺ ബെയിലബിൾ ഒഫൻസിലാണെങ്കിൽ പോലും അതിനകത്ത് വ്യവസ്ഥകളുണ്ട്. ഇപ്പം 90 ദിവസത്തിനകം മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ 91ാമത്തെ ദിവസം മജിസ്ട്രേറ്റ് കോടതിയിൽ നോൺ ബെയിലബിൾ ഒഫൻസിൽ നമ്മൾ പ്രതിയോട് ചോദിക്കും നിങ്ങൾക്ക് ജാമ്യക്കാരുണ്ടോ എന്ന്, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ. അത് റൈറ്റാണ്, പ്രതിയുടെ റൈറ്റാണ്. ആ റൈറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ കൂടി നൽകുന്ന റൈറ്റാണ്. അതനുസരിച്ച് പോലും അർഹതപ്പെട്ടിട്ടുള്ള ബെയില് അവകാശപ്പെട്ടിട്ടുള്ള ഇത്തരം ധാരാളം കേസുകളുണ്ട്. ഇവിടെ വളരെ വ്യക്തമായി പ്രോസിക്യൂഷൻ അമിത്ഷാ പറഞ്ഞിരിക്കുന്നു, പൊളിറ്റിക്കൽ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നു. അദ്ദേഹം പറയുകയാണ് രാജ്യത്തെ MP-മാരോടുള്ള ഉറപ്പ് കൊടുത്തതനുസരിച്ച്, രാഷ്ട്രീയ നേതൃത്വത്തോടും സമൂഹത്തോടും കൊടുത്ത ഉറപ്പനുസരിച്ച് ഇവരെ പ്രോസിക്യൂഷൻ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മുഖ്യമന്ത്രി, ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിക്കോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രിക്കോ നിർദ്ദേശം കൊടുത്തു കഴിഞ്ഞാൽ അത് ഉടനെ പാസ് ചെയ്യും പ്രോസിക്യൂട്ടർക്ക്. ആ പ്രോസിക്യൂട്ടർ അതനുസരിച്ച് കൺസീഡ് ചെയ്യും. കൺസീഡ് ചെയ്യുന്നതിന് നിയമപരമായി ഒരു തടസ്സവും ഇല്ല. അദ്ദേഹം പറയുന്ന പോലെ ഒരു ഫോർമൽ ഒബ്ജക്ഷൻ എന്നല്ല. പ്രോസിക്യൂഷൻ അവരുടെ കേസ് ട്രയൽ സ്റ്റേജ് വരെ വാദിക്കുമ്പോൾ ഇപ്പൊ ഇവിടെ ജാമ്യത്തിൽ കൺസീഡ് ചെയ്ത് പോയാൽ അതിന്റെ അർത്ഥം പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് പിന്മാറിയെന്നാണോ? അല്ലല്ലോ. പ്രോസിക്യൂഷൻ കേസിൽ നിന്ന് പിന്മാറിയെന്നില്ല. ട്രയൽ സ്റ്റേജിൽ നിങ്ങൾ ശക്തമായി നിങ്ങളുടെ കേസിനനുസരിച്ച് വാദിച്ചോ, പ്രോസിക്യൂട്ടർ വാദിച്ചോ, അതിനൊന്നും തർക്കമില്ല. അത് അന്നേരം ട്രയൽ സ്റ്റേജിൽ വെച്ച് നോക്കാം. ഇപ്പോൾ ജാമ്യം കൊടുക്കുന്നതിന് യാതൊരുവിധ നിയമപരമായ തടസ്സവും ഇല്ല. ധാരാളം നോൺ ബെയിലബിൾ കേസിൽ ജാമ്യം എടുത്തിട്ടുള്ള ഒരു അഭിഭാഷകൻ എന്ന നിലയിലാണ് ഞാനിപ്പോൾ പറയുന്നത്. എന്താ പറയുക, അദ്ദേഹം പറഞ്ഞ സത്യസന്ധമായി അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്നവരുടെ ഫീലിംഗ് അല്ല ഛത്തീസ്ഗഡിലുള്ള കറക്റ്റാണ്. സെഷൻസ് കോടതിയുടെ മുൻവശത്ത് ഇന്നലെ ആഹ്ലാദ പ്രകടനം നടന്നു. ഇവരെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യാൻ TTയുടെ വിളിച്ചു പറഞ്ഞ ഉടനെ തന്നെ ഓടിയെത്തിയ ഈ ആൾക്കൂട്ട കലാപകാരികൾ അവരെ ഇന്നലെ നിങ്ങൾ കണ്ടില്ലേ, പത്രങ്ങളിലെല്ലാം മാധ്യമങ്ങളിലെല്ലാം കണ്ടില്ലേ. ജാമ്യം തള്ളി എന്ന് വന്നപ്പോൾ അവർ ആഹ്ലാദ പ്രകടനം നടത്തുകയാണ്. ആ ആഹ്ലാദ പ്രകടനം നടത്തുന്ന ടീമിനെ ആണ് അവർ ആശ്രയിക്കുന്നത്. കാരണം അവിടുത്തെ ഗവൺമെന്റിനും
അവിടുത്തെ പ്രോസിക്യൂട്ടർക്കും അവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തിനും ഇവരൊരു കാരണവശാലും പുറത്തിറങ്ങാൻ പാടില്ല എന്ന് തന്നെയാണ് അവരുടെ ഇത്. ആരെല്ലാം പറഞ്ഞാലും അത് അമിത്ഷാ ആളുകളെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. അല്ലെങ്കിൽ അവരോട് അദ്ദേഹം ഇവിടെ പറഞ്ഞ പോലെ അമിത്ഷാ പറയുകയാണ് കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കും. ഞാൻ അമിത്ഷായുടെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പറയുന്നില്ല. അദ്ദേഹത്തിന്റെ കേസ് വിചാരണ നടത്തിയ ജഡ്ജിയുടെ അനുഭവമൊക്കെ അറിയാവുന്ന ജഡ്ജിമാരാണ് നമ്മുടെ രാജ്യത്ത് ഇരിക്കുന്നവർ. അതൊക്കെ പോട്ടെ, ഞാൻ എന്റെ വിശദാംശങ്ങളിലേക്കും ഡോക്ടർ അരുണും അറിയാമല്ലോ അതിന്റെ വിശദാംശങ്ങളിലേക്ക്. ജസ്റ്റിൻ ലോയുടെ ഒക്കെ കഥകളൊക്കെ ഇപ്പൊ വഴിച്ച് ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടുള്ള റിലവന്റ് അല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ അത് റിലവന്റ് ആണ്. എന്നിരുന്നാൽ പോലും അതൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ അമിത്ഷാ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്ത്യയുടെ ആഭ്യന്തരകാര്യ വകുപ്പ് മന്ത്രിയാണ് ഒരു കേസിനെ സംബന്ധിച്ച് ഉറപ്പ് കൊടുക്കുന്നത്. ആ ഉറപ്പ് പാലിക്കപ്പെടാൻ പോലും കഴിയാത്ത വിധം അത്ര കണ്ട് ഈ സഭാവസ്ത്രധാരികളെ, ഞാൻ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും കഷ്ടപ്പെടുന്നവരും നിന്ദിതരും പീഡിതരുമായിട്ടുള്ള ജനതയുടെ രക്ഷകനായ ക്രിസ്തുദേവന്റെ വഴിയിലൂടെ സഞ്ചരിച്ചതാണവർ. ഞാനും ഇതുപോലെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഞാനും ഒരു ക്രിസ്തീയ വിദ്യാലയത്തിൽ പഠിച്ചതാണ്. ആലപ്പുഴ ലിയോത്തട്ടത്തിൽ പഠിച്ചാണ്. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മദർ തെരേസ, ലോകാരാധ്യയായ മദർ തെരേസയെ കാണാനും അവരുടെ സംസാരം കേൾക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുള്ള ഒരാളാണ് ഞങ്ങളൊക്കെ. അവരൊക്കെ ഈ നാട്ടിൽ അവരെ കുറിച്ചൊക്കെ ചില അധ്യാപകർ എന്ന് പറയാവുന്ന അറിയാൻ പാടില്ല, നമ്മുടെ നാട്ടിൽ വിഷം കലക്കുന്ന ചില ടീച്ചർമാർ എന്തെല്ലാമാണ് ആ ലോകാരാധ്യയായ മദർ തെരേസയെ കുറിച്ച് പോലും പറഞ്ഞു പരത്തുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള പരത്തി വെറുപ്പ് ഉൽപ്പാദിപ്പിച്ച് വെറുപ്പ് ജനങ്ങളിലേക്ക് പകർന്നു കളിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അവർ ഈ സഭാവസ്ത്രവും കുരിശും ബൈബിളും എല്ലാം കാണുമ്പോൾ അവര് ആകെ മതം പൊട്ടി അക്രമകാരികളായി മാറുകയാണ്. അതിന്റെ ഫലമായി കാണുന്നത്. അവരെ ഇനി നിയന്ത്രിക്കാൻ ആര് വിചാരിച്ചാലും നടക്കില്ല. അതുകൊണ്ടാണ് ബെയിലിനെ ഫോർമലായി ഒബ്ജക്റ്റ് ചെയ്തു എന്ന് വളരെ സോഫ്റ്റും സോഫ്റ്റിക്കേറ്റഡ് ആയിട്ടും പറയുകയില്ല, മറിച്ച് ഇത് കൊടുക്കരുതെന്ന ആഗ്രഹമാണ് പ്രതിഫലിച്ചത്. അല്ലെങ്കിൽ സ്ട്രിഞ്ചന്റ് കണ്ടീഷൻ മേ ബി ഇമ്പോസ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് ജാമ്യം കൊടുക്കാവുന്ന കാര്യമായിരുന്നു. അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് പുറത്തിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. നാളെ ഒരു നാൾ കൂടി നീട്ടിക്കിട്ടുമ്പോൾ 9 നാളുകൾ ജയിലിൽ കഴിയുന്നു ഈ 2 കന്യാസ്ത്രീകൾ എന്നുള്ളതാണ് നമ്മളുടെ മുൻപിലുള്ള യാഥാർത്ഥ്യം. Debate with Dr. Arun Kumar.